അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യത്തിന്റെ പത്തിലാണല്ലോ ഞാനും നിങ്ങളെല്ലാവരും അല്ലേ? ഈ റമളാൻ കാരുണ്യത്തിന്റെ പത്തിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് റമളാനിന്റെ കാരുണ്യത്തിന്റെ പത്തിലേക്ക് കടക്കാം. നമ്മുടെ വീടുകളിലെല്ലാം മക്കളുണ്ടാകും. അനുജനും ഏട്ടനും കുസൃതിയെ രണ്ടാളും ഒരുമിച്ച് കൂടുമ്പോൾ ചിലപ്പോൾ ചെറിയ അനുജൻ കുസൃതിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ജ്യേഷ്ഠനിക്ക് ദേഷ്യം വരും. അപ്പോ ജ്യേഷ്ഠൻ തല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ചൂടാകും. സാധാരണ ഉള്ളതല്ലേ. അങ്ങനെ ചൂടാകും. എന്നിട്ട് രണ്ടാമതായി രണ്ടാമത്തെ ഘട്ടത്തിൽ കിടക്കരുതാണ് അടിക്കാൻ വേണ്ടി, ആ കുഞ്ഞനെ അടിക്കാൻ വേണ്ടി. ആ സമയത്ത് കുഞ്ഞനുജന് ഓടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും. ആരുടെ അടുത്തേക്കാണ്? വീട്ടിനകത്തിരിക്കുന്ന ഉമ്മയുടെ. അവിടെയല്ലേ അഭയം. അങ്ങനെ ഓടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി പറയും, ജ്യേഷ്ഠനെ അടിക്കാൻ വരുന്നു. എന്താണ് ജ്യേഷ്ഠനെ അടിക്കാൻ വരുന്നു. അപ്പോൾ ഉമ്മ അവിടുന്ന് ചെയ്യും. എന്താണ് ഉമ്മ നെയ്യുന്നേറ്റുകൊണ്ട് ജ്യേഷ്ഠനെ വിളിക്കും, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഓടി വരുന്നുണ്ടാകും അടിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിർത്തിക്കൊണ്ട് 4 വഴക്കാണ്. അപ്പോൾ ജ്യേഷ്ഠൻ അടിക്കാമെന്ന അനിയനായി രക്ഷപ്പെട്ടു. ഇതാണ് ഉമ്മയുടെ കാരുണ്യം. പ്രതിയായ അനിയനെ വെറുതെ അതെങ്ങനെയാണ് ഉമ്മയുടെ കാരുണ്യം? അതേപോലെ റമളാനിലുള്ള കാരുണ്യത്തിന്റെ പത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവിന്റെ കാരുണ്യത്തിനായി അല്ലാഹു ജല്ല ജലാലു കാരുണ്യം കൂടാതെ സൃഷ്ടിക്ക് അവന്റെ കോട്ടയിൽ, അതായത് അവന്റെ കോടതിയിൽ രക്ഷപ്പെടുക അസാധ്യമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ 10 ദിവസങ്ങൾ നൽകിയിരിക്കുന്നത്? ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ 3 പത്തുകളാണ്. 3 പത്തിലും 3 തരം. ഒന്നാമത്തത് കാരുണ്യത്തിന്റെ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ 10 ദിവസങ്ങൾ നൽകിയിരിക്കുന്നത്? ഇങ്ങനെ ഘട്ടങ്ങളായി 10 ദിവസങ്ങൾ. റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. പാപമോക്ഷവും നരകമോചനവും റമളാനിലുണ്ട്. റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അവിടെ പാപമോക്ഷവും, റമളാനിൽ പാപമോക്ഷവും നരകത്തിലുള്ളവർക്ക് മോചനവും റമളാനിൽ നൽകാറുണ്ട്. റമളാനിലുണ്ട്. വിശ്വാസിക്ക് ഈ നേട്ടങ്ങൾ ലഭിക്കണമെങ്കിൽ അല്ലാഹു ജല്ല ജലാലു കാണിക്കുക തന്നെ വേണം. കനിയുക തന്നെ വേണം. അതുകൊണ്ടാണ് ആദ്യത്തെ 10 അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 10ആണെന്ന് പറയുന്നത്. അതല്ലേ അല്ലാഹു 3 പത്തിലും നിസ്കാര ശേഷം ചൊല്ലാറുണ്ട്. ഒന്നാമത്തെ 10 നാം ചൊല്ലുന്നത് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, കരുണ ചെയ്യുന്നവനെ നീ എനിക്ക് കരുണ ചെയ്യണമേ.
നാം അല്ലാഹുവിനോട് ദുആ ചെയ്തതിനു ശേഷം പ്രാർത്ഥിക്കാറില്ലേ? അല്ലാഹുവിനോട് നാം ചോദിക്കുന്നതല്ലേ, കരുണ ചെയ്യുന്നവനെ നീ എനിക്ക് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥനയിൽ അധികരിപ്പിക്കാൻ വിശ്വാസികളോട് കൽപ്പിക്കപ്പെട്ടത് അല്ലാഹു ജല്ല ജലാലുവിൽ നിന്നുള്ള കരുണ കൂടാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ഓരോരുത്തരും അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥന അധികരിപ്പിക്കാൻ വേണ്ടി നമ്മോട് മഹാന്മാക്കൾ കൽപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറയുകയാണ്, ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറയുകയാണ്. എന്താണ് ഹബീബായ തങ്ങൾ പറയുന്നത്? നിങ്ങളിൽ ആരെയും അവരുടെ കർമ്മങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങളിലുള്ള ഒരാളുടെയും കർമ്മങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെയല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാ അവിടുന്ന് ബാക്കി പറയുകയാണ്. അനുചരന്മാർ ചോദിച്ചു. അപ്പോൾ ഒപ്പമുള്ളവർ ചോദിക്കുകയാണ്, എന്താ അല്ലയോ ഹബീബേ, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുമ്പോൾ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറയുകയാണ്, അതെ, അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യം കൊണ്ടല്ലാതെ ഞാനും നിങ്ങളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു കർമ്മങ്ങൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യവും കാരുണ്യം കൊണ്ടല്ലാതെ ഒരു നിലക്കും ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഭൂമിയിൽ വസിക്കുന്നതിനാവശ്യമായ വായു, വെള്ളം, വെളിച്ചം അങ്ങനെ തുടങ്ങിക്കൊണ്ട് ജോലി ചെയ്യാനുള്ള ശരീരത്തിന് ആരോഗ്യം ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഞ്ചേന്ദ്രിയങ്ങളും അല്ലാഹു ജല്ല ജലാലു മനുഷ്യന് നൽകി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് സൃഷ്ടാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ നിരവധി ഭൂമിയിലുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് കുറവാക്കി തന്നിട്ടുള്ളത്? നാം തന്നെ ഒന്ന് നമ്മെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമുക്ക് നോക്കാൻ കണ്ണ് തന്നിട്ടുണ്ട്. കണ്ണ് കാണാത്ത എത്ര പേരുണ്ട്? സംസാരിക്കാൻ വായ തന്നിട്ടുണ്ട്. വായ, നാവ് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെയോ കേൾക്കാൻ രണ്ട് ചെവി, ശ്വസിക്കാൻ മൂക്കും വായും, മണത്തറിയാൻ മൂക്കുണ്ട്. പിന്നെയോ നമ്മുടെ മക്കളെ ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി നമുക്ക് ആരോഗ്യം, രണ്ട് കൈയും രണ്ട് കാലും, അതിനു വേണ്ട ആരോഗ്യങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടില്ലേ? തൊട്ടാൽ അറിയാനുള്ള പഞ്ചേന്ദ്രിയങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എണ്ണാലൊടുങ്ങാത്തതായ എല്ലാ കാര്യങ്ങളും അല്ലാഹു ജല്ല ജലാലു നമുക്ക് തന്നിട്ടില്ലേ? നാം തന്നെ മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് എന്താണ് കുറവുള്ളത്? കണ്ണ് കാണാതെ എത്ര പേരാണ്? സംസാരിക്കാൻ പറ്റാത്ത എത്ര പേര്? രണ്ട് കൈയില്ലാത്തവർ, രണ്ട് കാലില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് എത്ര പേരുകളാണുള്ളത്. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി ജനിപ്പിച്ചിട്ടില്ലേ? എന്നാൽ എല്ലാം തന്നിട്ടും അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന എത്ര നിരവധി പേരുകളാണ് ഉള്ളത്. അല്ലാഹു ചെയ്തതിന് നന്ദി ചെയ്യൽ നിർബന്ധമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അവൻക്ക് ശുക്ർ ചെയ്യൽ, അവൻക്ക് നന്ദി ചെയ്യൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അതാ ഇസ്ലാമിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം
പ്രത്യാപകരമായി 5 നേരം നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ പാരായണം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിനെ ആരാധനക്കാണ്, അല്ലാഹുവിനെ നന്ദി ചെയ്തുകൊണ്ടാണ് നാം നിസ്കരിക്കണം. നോമ്പനുഷ്ഠിക്കണം. ഈ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം. ഇന്നലെ പറഞ്ഞ ഒരു 3 വിഭാഗം കൂട്ടത്തിൽ പെടാതെ എന്നാൽ നാം നോമ്പനുഷ്ഠിച്ചാൽ ഒരു പ്രതിഫലം ലഭിക്കുകയില്ല. മൂന്നാമത് ഖുർആൻ ഓതണം. റമളാൻ മാസം ഓരോ റമളാൻ മാസം കടന്നു വരുമ്പോൾ ഓരോ റമളാൻ മാസത്തിലും പ്രത്യേകം ഓർക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ വാർഷികം കൂടിയാണ് ഈ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരുന്നത്. റമളാൻ കടന്നു വരുമ്പോൾ ഓരോ റമളാനും അത് വിശുദ്ധ ഖുർആനിന്റെ വാർഷികവുമാണെന്ന് നാം ഓർക്കണം. നാം അധികം ഖുർആൻ ഓതുന്നു. ഇന്നലെ ഷാഫി ഇമാമിനെ കുറിച്ച് പറഞ്ഞല്ലോ.